2026 മാർച്ച് 16 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? മായങ്ക് ചക്രവർത്തി. മായങ്ക് ചക്രവർത്തിയാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. എന്താണ് പേര്? മായങ്ക് ചക്രവർത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിലെ 94ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇദ്ദേഹം. എന്താണ് പേര്? മായങ്ക് ചക്രവർത്തി. 94ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 2025 അതായത് 16th ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? വൈരമുത്തു. എന്താണ് പേര്? വൈരമുത്തു, തമിഴ്നാടു. അദ്ദേഹം ഒരു തമിഴ് കവിയാണ്, അതുപോലെ തന്നെ ഗാനരചയിതാവുമാണ്. അപ്പോൾ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒന്ന് പറയാമോ അതിൻ്റെ കൂടെ? ആർക്കാണ്? വൈരമുത്തുവിനാണ്. ഇനി അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് പറയാം. തമിഴ്നാട്ടിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അപ്പം തമിഴ്നാട്ടിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ വ്യക്തിയാണ് ആര്? വൈരമുത്തു. അടുത്തത് കള്ളിക്കാട്ടു ഇതിഹാസം എന്ന നോവലിന്, എന്താണ് നോവല്? കള്ളിക്കാട്ടു ഇതിഹാസം എന്ന നോവലിന് 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം കള്ളിക്കാട്ട് ഇതിഹാസം എന്ന നോവലിന് 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആർക്കാ ലഭിച്ചത്? വൈരമുത്തു. ഇനി അദ്ദേഹത്തിന് വേറൊരു നോവൽ കൂടിയുണ്ട്. എന്താ നോവലിന്റെ പേര്? തണ്ണീർദേശം. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 നോവല്, ഒന്ന് കള്ളിക്കാട്ട് ഇതിഹാസം 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പിന്നെ ഒന്ന് വേറൊന്ന് ഏതാണ്? തണ്ണീർദേശം. ഇനിയോ 1,00,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. എന്താണ് പുരസ്കാരം? 1,00,000 രൂപയും പ്രശസ്തി പത്രവും. മറക്കല്ലേ. അപ്പം അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? വൈരമുത്തു. അപ്പം തമിഴ്നാട്ടിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇനി INS താരഗിരി. എന്താണ് INS താരഗിരി എന്ന് വെച്ചാൽ? ഇന്ത്യയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഏതാണ്? INS താരഗിരി. അപ്പോൾ INS താരഗിരിയാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്. മറക്കല്ലേ, സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കേട്ടോ, INS താരഗിരി. അപ്പോൾ അടുത്തൊരു ചോദ്യം, INS താരഗിരി ഏത് പ്രോജക്റ്റ് പ്രകാരമാണ് നിർമ്മിച്ചത്? ഏത് പ്രോജക്റ്റ് പ്രകാരമാണ്? പ്രോജക്റ്റ് 17A പ്രകാരമാണ്. പ്രോജക്റ്റ് 17A പ്രകാരമാണ് INS താരഗിരി പ്രോജക്റ്റ് നിർമ്മിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, INS താരഗിരി ഏത് ക്ലാസ്സിൽ പെടുന്നു? ഏത് ക്ലാസ്സിലാണ് പെടുന്നത്? നീലഗിരി ക്ലാസ്. ഏത് ക്ലാസ്സിലാണ്? നീലഗിരി ക്ലാസ്സിലാണ് പെടുന്നത്. അപ്പോൾ ഈ INS താരഗിരി ഏത് സ്ഥാനത്താണ് കമ്മീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കമ്മീഷൻ ചെയ്യുന്നത്? വിശാഖപട്ടണത്തിലാണ് INS താരഗിരി എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ ചെയ്യുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചാൽ നമുക്ക് ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് എക്സാമിന് എഴുതാൻ സാധിക്കും. അപ്പോൾ INS താരഗിരിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് INS താരഗിരി എന്ന് പറയുന്നത്. അടുത്ത എന്തായിരുന്നു? ഓർമ്മയുണ്ടോ പറഞ്ഞത്? നമ്മൾ 3-5 പോയിന്റ് പറഞ്ഞില്ലേ? അടുത്ത ഏതാണ്? INS താരഗിരി ഏത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്? പ്രോജക്റ്റ് 17A ബന്ധപ്പെട്ടതാണ്. അപ്പം ഇത് ഏത് ക്ലാസ്സിൽ പെടുന്നു? നീലഗിരി ക്ലാസ്സിലാണ് പെടുന്നത്. അപ്പം INS താരഗിരി ഏത് സ്ഥാനത്താണ്, അല്ലെങ്കിൽ എവിടെയാണ് കമ്മീഷൻ ചെയ്യുന്നത്? വിശാഖപട്ടണം ആണ്. ആസാം സംസ്ഥാനത്തിൽ നിന്ന്, എവിടെ നിന്നാണ്? ആസാം സംസ്ഥാനത്തിൽ നിന്ന് UK, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക്, ആസാം സംസ്ഥാനങ്ങളിൽ നിന്ന് UK, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് GI ടാഗ് ലഭിച്ച ഏത് അരിയാണ് ഇന്ത്യ ആദ്യമായി കയറ്റുമതി ചെയ്തത്? അപ്പൊ GI ടാഗ് ലഭിച്ച ഏതരിയാണ് ഇന്ത്യ ആദ്യമായി കയറ്റുമതി ചെയ്തത്? ജോഹാർ റൈസ്
അല്ലെങ്കിൽ ജോഹ അരിയാണ്. അപ്പോൾ ജോഹ അരിയാണ് നമ്മുടെ ആസാം സംസ്ഥാനത്തിൽ നിന്ന് എവിടേക്കാ UK-യിലേക്കും ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് GI ടാഗ് ലഭിച്ച് നമ്മൾ ആദ്യമായി കയറ്റുമതി ചെയ്തത്. അപ്പോൾ ആ അരിയുടെ പേരെന്താണ്? ജോഹ അരി എന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് പഠിച്ചത് വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പം എല്ലാവരും അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്: വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആരാണ് ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്? അപ്പോൾ ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.